കൊലപാതക വിവരമറിഞ്ഞ് നടുങ്ങി പോത്തുണ്ടിക്കാർ. പരാതി കൊടുത്തപ്പോൾ 2 പോലീസുകാർ വന്നിട്ട് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ രാവിലെ പോയി ഉച്ച കഴിഞ്ഞാകുമ്പോഴേക്കും വീട്ടിൽ വന്ന് സുഖമായിരിക്കുന്നു. ഇയാൾ അമ്മനെ കൊന്ന പോലെ തന്നെയാണ്. നേരത്തെ വാതിലടച്ചിട്ട് ലൈറ്റും ഇല്ലാണ്ട് ഇരിക്കണോ പറഞ്ഞിട്ട് എനിക്കും പേടി തോന്നിയിട്ടാണ് ഞാൻ പോയി കംപ്ലൈൻറ്റ് കൊടുത്തത്. എനിക്ക് ആകെ ഉണ്ടായിരുന്നു അച്ഛന്. എന്ത് പറയാനും എനിക്ക് അച്ഛനും ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ എല്ലാ കാര്യങ്ങളും അച്ഛൻ എൻ്റെ ഫ്രണ്ടായിരുന്നു. പിള്ളേരുടെ അടുത്ത് പറയുന്ന കാര്യമാണെങ്കിൽ ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. ഇരട്ട കൊലപാതകം കേട്ടും തുടർന്ന് കണ്ടും നടുങ്ങിയ പോത്തുണ്ടി ബോയൻ കോളനിക്കാർ തങ്ങളുടെ അമർഷവും ദുഃഖവും ശക്തമായി തന്നെ പ്രകടിപ്പിച്ചു. പ്രതി ചെന്താമര ക്രിമിനൽ സ്വഭാവമുള്ള വ്യക്തിയാണെന്ന പ്രദേശവാസികൾ പറഞ്ഞു. ചെന്താമരയുടെ സ്വഭാവത്തിന്റെ പ്രത്യേക കാരണം ഭാര്യ പിണങ്ങിപ്പോയതാണ്. ഇതിലുള്ള വിരോധമാണ് പ്രതി കടുപ്പിച്ചത്. ആദ്യം സജിതിയെ കൊലപ്പെടുത്തി. കൊലപാതകത്തിൽ വിചാരണ തടവുകാരനായിരിക്കെ ജാമ്യത്തിലിറങ്ങി. ജാമ്യത്തിൽ വന്ന വിവരമറിഞ്ഞ് പ്രദേശവാസികൾ ഭീതിയും ആശങ്കയും പങ്കുവച്ചതായി പറയുന്നു. കൊല്ലപ്പെട്ട സുധാകരന്റെ മകൾ അഖില ഡിസംബർ 29-ന് നെന്മാറ പോലീസിൽ പരാതി നൽകിയിരുന്നു. പരാതിയെ തുടർന്ന് 2 പോലീസുകാർ വന്നതല്ലാതെ മറ്റ് നടപടികളൊന്നും എടുത്തില്ല. ഇത് പോയിട്ട് കേസ് കൊടുത്താണ്. 2 കൊല്ലം കൂടുമ്പോൾ പോലീസ് മാറണ വേണ്ട അവർ അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തി. അങ്ങോട്ട് രാവിലെ കൊണ്ടുപോയി വൈകുന്നേരം ആകുമ്പോഴേക്കും വിട്ടു. എനിക്ക് പേടിയാണ്. ഇവിടെ നാട്ടുകാരന് ഭീഷണിപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞ് കംപ്ലൈന്റ് കൊടുത്താൽ അവർക്ക് ഒന്നുമില്ല. ചുക്കുമില്ല. ഇപ്പം എൻ്റെ അച്ഛനല്ലേ പോയത്. ഇനി ആരുണ്ട് എൻ്റെ കുടുംബത്തിൽ? ഞാനാണ് നിങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് വരിക. ഇനി എന്നെയും കൂടി കൊന്ന് സുഖമായല്ലോ. അയാൾ ഇനി 4 കൊല്ലം ജയിലിതാക്കി ഇരുത്തും. പിന്നെയും താക്കും. പിന്നെയും എന്നെ വന്ന് കൊല്ലാൻ പറയും. ആർക്കെങ്കിലും എന്തെങ്കിലും പോയോ? പരാതി ഗൗരവമായി എടുത്തിരുന്നെങ്കിൽ ദാരുണമായ ഇരട്ടക്കൊലപാതകം ഒഴിവാക്കാമായിരുന്നു എന്ന് പ്രദേശത്തെ സ്ത്രീകൾ പറഞ്ഞു. ഞങ്ങൾക്കറിയില്ല, ഒരാളിനെ കൊന്നുണ്ടാക്കിയിട്ട് ഈ ദുഷ്ടനെ ഇനി വീണ്ടും പോലീസുകാരൊക്കെ കുടുങ്ങിട്ട് വിട്ടാക്കിയല്ലോ. ഞങ്ങളെന്താ പറയാ? ഞങ്ങൾക്ക് അറിയില്ല. 2 കുട്ടികൾക്ക് അച്ഛനല്ലേ ഉള്ളൂ. അതിനെ തകർത്താൻ ദുഷ്ടം പോയി. അവന്റെ പെണ്ണും മക്കൾ സുഖമായിട്ട് ഇരിക്കണു. ഞങ്ങളുടെ കുടുംബത്തിന് എത്ര ധൈര്യമാക്കി ഞങ്ങൾക്ക് അറിയില്ല. എനിക്കറിയില്ല. പ്രതി ജാമ്യത്തിൽ വന്ന ശേഷം പിന്നീട് ക്രിമിനൽ സ്വഭാവവും പ്രകടിപ്പിക്കാത്തതിനാൽ കൂടുതൽ കടുത്ത നടപടിയെടുത്തിരുന്നില്ലെന്ന്, അക്രമ സ്വഭാവം പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ കർശന നടപടിയുണ്ടാകുമായിരുന്നു എന്നും സംഭവസ്ഥലത്തെത്തിയ കെ ബാബു എം.എൽ.എ. പറഞ്ഞു. ഇത്തരമൊരു ദുരനുഭവം വരുന്ന തരത്തിലേക്ക് ഇവിടുത്തെ ഏതെങ്കിലും ഒരു യുവാവിനോടോ അല്ലെങ്കിൽ പൊതുജനങ്ങളോടോ അത്തരം ഒരു പെരുമാറ്റം ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ അന്നേ ഇവിടെ പിന്നെ അവൻ വീണ്ടും പരോൾ തെറ്റിച്ചിട്ടോ അല്ലെങ്കിൽ പരോൾ ഇല്ലാതാക്കിയിട്ടോ അതല്ലെങ്കിൽ ആ നിലയ്ക്കൊക്കെ ഒരു ഒന്നിച്ചു നിൽക്കുന്ന ജനവിഭാഗമാണ് ഇവിടെ. ഇവരുമായിട്ട് ഒരു ബന്ധം പോലും ഇല്ല ഈ നാട്ടിലാർക്കും. ജാമ്യം റദ്ദാക്കണം രീതിയിലേക്ക് നടപടികൾ എത്തിയില്ല എന്നുള്ളൊരു അല്ല, അതാണ് അതിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചാർജ് ചെയ്യാൻ പറ്റാവുന്ന തരത്തിലേക്കൊരു ക്രിമിനൽ ഇതുണ്ടായില്ല. എന്നാൽ പോലീസ് അതിൻ്റെ രീതിയിലേക്ക് ചോദ്യം ചെയ്തിട്ട് വീഡിയോ ക്ലിപ്പൊക്കെ എടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അത് നോക്കുന്നുണ്ട്. മനസ്സിലായില്ല. ഏതെങ്കിലും തരത്തിലൊരു വീഴ്ച ഉണ്ടെങ്കിൽ അത് ഗവൺമെൻറ് സദ്യ കൊണ്ടുവരുന്നുള്ളതിൽ ഒരു തർക്കമൊന്നുമില്ല. സംഭവമറിഞ്ഞ് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ IPS, വിരലടയാള വിദഗ്ധർ, ഫോറൻസിക് വിദഗ്ധർ, ഡോഗ് സ്ക്വാഡ് എന്നിവർ സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. സ്ഥലത്ത് ശക്തമായ പോലീസ് കാവലേർപ്പെടുത്തി. ഇത് മുൻവൈരാഗ്യമാണോ ഇതിന്റെ കാരണമായിട്ട്? അതാണ് പ്രാഥമികമായിട്ട് തോന്നുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ ഞാൻ ചെയ്യും. എന്താണ് ഈ വിരോധത്തിന് കാരണമായിട്ട്? ഇപ്പോൾ ഇദ്ദേഹം നേരത്തെ 2019 നമ്മുടെ റെക്കോർഡ്സ് പ്രകാരം ആ കേസിൻ്റെ വൈരാഗ്യമാണ് ഇയാൾക്ക് ഒരു ചെറിയ സസ്പീഷ്യസ് ആയിരുന്നു. ഇയാളുടെ ഭാര്യ ജീവനായതുകൊണ്ടാണ് വിവാഹത്തിൽ പോയത്. ദാറ്റ് ഈസ് വാട്ട് വി സസ്പെക്ട്. ബാക്കി അന്വേഷണത്തിൽ മനസ്സിലാവും. പരാതി നൽകിയിട്ടും പ്രതിക്കെതിരെ കർശനമായ താക്കീത് നൽകാനോ ജാമ്യം റദ്ദാക്കാനോ നടപടിയെടുത്തില്ല. പ്രതി സമീപവാസികളെ നിരീക്ഷിക്കുന്നത് പ്രദേശവാസികളിൽ ഭീതിയുണ്ടാക്കിയതായും പ്രദേശവാസികൾ പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.